എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഫ്രോക്ക് ഉണ്ടാക്കാം എന്നുള്ളത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നെറ്റിൻ്റെ ഒരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഇത് 1 മീറ്റർ എടുത്തിട്ടുള്ളത്. ലൈനിങ് ആയിട്ട് ഞാൻ സാറ്റിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1 മീറ്റർ തന്നെ എടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ 1.5 വയസ്സായിട്ടുള്ള മോളുടെ അളവിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ 2 പീസായിട്ട് ഞാൻ ലൈനിങ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിട്ട് ഞാൻ 35 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇറക്കം 18 ഇഞ്ചാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ എടുക്കാം. ഇതിൽ കാണുന്ന പോലെ തുണി മടക്കിയിടാം. ഇതുപോലെ തന്നെ നമ്മൾ മെയിൻ നെറ്റിൻ്റെ തുണി ഇതുപോലെ തന്നെ ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. അതും ഇതിൽ കാണുന്ന പോലെ 2 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ എന്തെങ്കിലും അളവ് ഡ്രസ്സ് എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് നമ്മളത് 2 ആയിട്ട് മടക്കിയിട്ട് ഈ മടക്ക് ഭാഗത്തല്ല, നമ്മൾ തുറന്ന ഭാഗമല്ലേ തുണിയുടെ അവിടെ ഇതുപോലെ വെച്ചിട്ട് ഇത് മുകളിലായിട്ട് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നു. ആം ഹോള് മടക്ക് ഭാഗത്ത് വെക്കരുത്, തുറന്ന ഭാഗത്ത് നമ്മൾ മടക്കിയിട്ടുള്ള തുറന്ന ഭാഗത്ത് വെക്കുക കേട്ടോ. മടക്ക് ഭാഗം നമ്മുടെ താഴെ ആയിരിക്കണം, അത് ശ്രദ്ധിക്കാം. പിന്നെ താഴെ മടക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 2 ഇഞ്ചാണ് നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരെ ഒരു ഷേപ്പ് പോലെ വരച്ചെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തില്ലേ ആം ഹോളിൻ്റെ അവിടേക്ക് വരച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്കിനി യോക്ക് ചെയ്യാനായിട്ട് ഇതുപോലൊരു തുണി എടുത്തിട്ട് 4 ആയിട്ട് മടക്കിയിടുകയാണ്. ഒപ്പം തന്നെ മെയിൻ നെറ്റിൻ്റെ തുണി അതിൻ്റെ മുകളിൽ തന്നെ ഇടാണ്. നമുക്കപ്പോൾ ഒരുമിച്ച് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാണ്ടിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. 2 ഒരുമിച്ചിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഒരുമിച്ചിട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. 4 ആയിട്ട് മടക്കിയിട്ട് നമുക്ക് യോക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ അറ്റത്ത് നിന്ന് 2.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്നും 2.5 ഇഞ്ച് തന്നെ നമ്മൾ യോക്കിൻ്റെ വിഡ്ത്ത് വരുന്നതാണ് കേട്ടോ. ഇത് 2.5 ഇഞ്ച് ഇതുപോലെ നമ്മൾ ടേപ്പ് പിടിച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വരച്ചു കൊടുത്തു. ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കേട്ടോ കിട്ടുക. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ 2 പീസായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതിന് ഒരു കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ലൈനിങ് തുണി നമ്മൾ കട്ട് ചെയ്തില്ലേ, അതിൻ്റെ ലൈനിങ് തുണിയുടെ നല്ല വശത്ത് നെറ്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നെറ്റിൻ്റെ ഇത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 മുകളിലും താഴെയായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമ്മളതിൻ്റെ അരിക് മടക്കി തയ്ക്കുകയാണ്. റോങ് സൈഡിലോട്ട് മടക്കി തയ്ക്കുക കേട്ടോ. ഒരു മടക്ക് മടക്കിയാൽ മതി. ഒരു 1/4 ഇഞ്ചിൽ ചെറിയ രീതിയിൽ മടക്കിയിട്ട് 2 സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. 2 അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 ഞാൻ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. റോങ് സൈഡിലോട്ട് മടക്കി തയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ നല്ല വശങ്ങൾ ഉള്ളിലോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2ഉം ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ലൈനിങ് തുണി എടുത്തിട്ടുണ്ട്. ലൈനിങ് തുണി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ ആദ്യം, അത് മെയിൻ തുണി 2ഉം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരുമിച്ച് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചേർത്ത് വെക്കുക.
ലൈനിങ് തുണിയുടെ മുകളിലായിട്ട് നമ്മൾ നെറ്റിൻ്റെ തുണി ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തത് വെച്ചിട്ട് ഇതുപോലെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ നെറ്റിൻ്റെ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പിൻ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് തെന്നി പോവും. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ പിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും, ഈ നെക്കും പിന്നെ സ്ലീവും അതൊക്കെ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക, വെറുതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ രണ്ടും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് തുണിയും മെയിൻ തുണിയും ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ സ്ലീവിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ മടക്കി തേക്കുകയാണ്. ആദ്യം ഒന്ന് മടക്കുക, ഒരു 1/4 ഇഞ്ചിൽ മടക്കുക, പിന്നെ ഒന്നുകൂടി മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം രണ്ടും തുണിയിലും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഞൊറികൾ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ആ നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ലൂസ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. നമ്മൾ മെഷീനിൽ കാണി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വലിയ കാണി ഇട്ടിട്ട് നമ്മൾ ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ താഴത്തെ ത്രെഡ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക, പതുക്കെ വലിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെ ചെറിയ ഞൊറികൾ കിട്ടും. എല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, സൂചിയും നൂലും വെച്ചിട്ട് സാധാരണ പോലെ തുന്നി കൊടുത്താൽ മതി. എന്നിട്ട് ആ ത്രെഡ് വലിക്കുക. അങ്ങനെയും നമുക്ക് ഞൊറികൾ ചെയ്യാം കേട്ടോ. അങ്ങനെയും ചെയ്യാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. സാധാരണ പോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് ആ ത്രെഡ് വലിച്ചു കൊടുക്കുക. സൂചിയും നൂലും വെച്ചിട്ട് തുന്നിയിട്ട് ആ ത്രെഡ് വലിച്ചു കൊടുക്കുക. അങ്ങനെയും നമുക്ക് ഞൊറികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ചെയ്തത്. ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് അപ്പോൾ ഇതുപോലെ കിട്ടും. ഇതുപോലെ രണ്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ യോക്ക് ചെയ്ത് വെച്ചതെടുക്കാം. ഇനി അതിൽ ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കണം. അതിനായിട്ട് എന്ത് ചെയ്യണം, ഇതുപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. 2.5 ഇഞ്ച് രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെയും അതുപോലെ തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ. 2.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇനി അവിടെ നമ്മൾ ഇത് ചേർത്ത് വെച്ച് തുന്നിയെടുക്കുകയാണ് ചെയ്യുക. ഇതുപോലെ കണ്ടോ, ഇതുപോലെ നമ്മൾ വെച്ചിട്ട് യോക്കിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതുപോലെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അടുത്ത ഇതും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ രണ്ട് ഭാഗവും ചേർത്തടിക്കുക. ഒരു 1/2 ഇഞ്ചിലൊക്കെ നോക്കിയിട്ട്, നിങ്ങളൊക്കെ എത്രയാണെന്ന് നോക്കിയിട്ട് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സൈഡുകളും ജോയിൻ ചെയ്തെടുക്കുക. പിന്നെ എന്താണ്, അടിഭാഗം മടക്കി തയ്ക്കുക. ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക, പിന്നെ ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് അടിഭാഗം മടക്കി തയ്ക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹാഫ് ബീഡ്സ് വെച്ചേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലൊരു ബെൽ ബട്ടൺ വരും കേട്ടോ. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.